ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഒരു പുതിയ യൂസർ റിവ്യൂ ആയിട്ടാണ് നമ്മൾ വന്നത്. വണ്ടി ഇതാണ്, എർട്ടിക്കയാണ്, ഒരു 7 സീറ്റർ MPV ആണ്. അപ്പോൾ നമ്മൾ വണ്ടീനെ കുറിച്ചിട്ട് എന്താ കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് യൂസറോട് ചോദിച്ചറിയാം കേട്ടോ. യൂസറോട് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം, എന്തൊക്കെയാണ് കാര്യങ്ങൾ, ചെറിയ കാര്യങ്ങൾ, പിന്നെ ബാക്കി നമ്മൾ വാക്ക് അറൗണ്ടിൽ കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ യൂസർ. നമുക്ക് യൂസറെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. ഹായ് അലൻ. ഹായ്, അലൻ എന്നാണ് പേര്. അപ്പം അലൻ എന്താ ചെയ്യുന്നത്? ഞാനിപ്പം പഠിക്കുകയാണ്. അപ്പോൾ അലനാണ് ഈ വണ്ടി മേജറായിട്ട് യൂസ് ചെയ്യാറ്. അലൻ എൻ്റെ കസിനാണ് കേട്ടോ. അപ്പം ഇതാണ് വണ്ടീൻ്റെ ലുക്കും അലനും ഇവിടെ ഉള്ളത്. അലൻ, ഇത് എന്നാണ് എടുത്തത് വണ്ടി? 2020. ഓ, 2020. ഓക്കെ. പിന്നെ വണ്ടീനെ കുറിച്ച് ഒരു ബേസിക് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരും. ഏതാണ് സെഗ്മെൻറ്റ്, ഏതാണ്, എന്താണ്? ZXi. ഓക്കെ. എന്ന് വെച്ചാൽ വണ്ടി എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇപ്പോൾ? ഏകദേശം 37,400. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 4 ഇയേഴ്സ് ആയില്ലേ? 21 രജിസ്റ്റർ ചെയ്തത്. അപ്പം അങ്ങനെയാണ് വണ്ടിയിൽ 4 ഇയേഴ്സ് ഓടിയിട്ടുണ്ട്. ആ സിമ്പിൾ ഉണ്ടാവില്ല, സിമ്പിൾ വെച്ചില്ല. 7 സീറ്റർ ആണ്, കുറച്ച് വലിയ വണ്ടിയാണ്. പാർക്കിങ്ങിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. ഓ, പാർക്കിംഗ് സ്പേസ്. അതാണ്, പാർക്കിംഗ് സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ 7 സീറ്റർ ഉണ്ട്. 7 സീറ്റർ നമ്മൾ നോക്കിയിട്ട് എടുത്താണോ അല്ലെങ്കിൽ വലിയൊരു വണ്ടി ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്? എന്തുകൊണ്ട് ആ പ്രൈസ് റേഞ്ച് ഒക്കെ വെച്ച് നോക്കുമ്പോൾ അന്ന് അതാണ് വെരിഫൈ ചെയ്ത് തോന്നിയിട്ടുണ്ടാവില്ല. 7 സീറ്റർ ആയില്ല ആ പ്രൈസ് റേഞ്ച് മറ്റുള്ളതിനെ കമ്പയർ ചെയ്തപ്പോൾ. ഈ 20 പറയുമ്പോൾ നമുക്ക് ഇത്ര തോന്നെ ഫീച്ചേഴ്സ് ഒന്നും കൊടുക്കുന്നില്ല. അധികം വണ്ടികളൊന്നുമില്ല, നമ്മൾ ഫ്രോൺസ് വണ്ടികളൊന്നും, ഒരു രസമുള്ള വണ്ടികളൊന്നും ഇല്ലല്ലോ. അന്ന് വേറെ ഏത് വണ്ടി മനസ്സിലുണ്ടായിരുന്നോ? അന്നത്തെ ബലാനോ, സ്വിഫ്റ്റ്, പിന്നെ നെക്സോണിലേക്ക് പോയി. പിന്നെ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ഇതാണ് വാല്യൂ. എല്ലാ കാര്യങ്ങളും ഒത്തുണങ്ങി വരുന്നില്ലേ. നമുക്ക് 7 സീറ്ററിന് ഉപകാരം ഉണ്ടോ? നമ്മൾ 7 സീറ്റർ ട്രിപ്പ് ഒക്കെ പോകാറുണ്ടോ? ഓ, എവിടെയൊക്കെ ലോങ് ഒക്കെ എവിടെയാണ് പോയിട്ട്? ട്രിവാൻഡ്രം. ഓ, ഗ്രേറ്റ്. അപ്പം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഈ 7 സീറ്റർ ആയിട്ട് നമുക്ക് ഈ സാധാരണ എർട്ടിക്കൽ പറയാറ് ബാക്ക് സീറ്റ് അല്ലെങ്കിൽ തേർഡ് റോ സീറ്റ് എങ്ങനെയാണ്? തോന്നിയിട്ടില്ല. സാധാരണ പറയാ കുട്ടികൾക്കൊക്കെ പറ്റുള്ളൂ എന്നൊക്കെയാണോ പറയാറ്? ഇരുന്നിട്ടുണ്ടല്ലോ. ഓ, കംഫർട്ടബിൾ ആണ്. ഓക്കെ. നമ്മൾ അത്യാവശ്യം കൊണ്ടുമുള്ള റോഡ് പോകുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ. ലോങ് പോകുമ്പോൾ സീനില്ല. ഓക്കെ. റൈഡിംഗ് പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ എന്താണ്? റൈഡിംഗ് നല്ല കംഫർട്ടാണ്. ഓക്കെ. ഒരു 1.5 എഞ്ചിനാണ്, ലിറ്റർ എഞ്ചിന്, 5 സ്പീഡാണ്. വേറെ ഒരു ഇഷ്യൂസും ഇല്ല. വണ്ടി അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് ഈ വണ്ടി ഇപ്പം പുതിയ മോഡൽ കുറേ ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട് തോന്നുന്നു. അപ്പോൾ ഏകദേശം അന്ന് എത്രയാണ് ഓൺ റോഡ് വന്നത്? അന്ന് 10.50 അന്നാണ്. ഇപ്പം മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 13-14 റേഞ്ച് വന്നിട്ടുണ്ട്. നല്ല വണ്ടി റേറ്റ് കൂടിയിട്ടുണ്ട്. പിന്നെ ഞാൻ തന്നെ കണ്ടൊരു കാര്യം, നമ്മുടെ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിലൊന്നും വല്ലാതെ കണ്ടിട്ടില്ല വണ്ടി തോന്നുന്നു. എല്ലാവരും അങ്ങനെ വിൽക്കുന്നില്ല എന്ന് തോന്നുന്നില്ല. കാരണം അത്രയും യൂസ്ഫുൾ ആണ് മാരുതി വണ്ടി. പിന്നെ ഭയങ്കര റീസെയിൽ വാല്യൂ ആണ്, അറിയുന്ന കാര്യമാണ്. പിന്നെ ഈ വണ്ടി എഞ്ചിൻ എന്നൊക്കെ പറയുന്നത് നല്ല പെപ്പി എഞ്ചിനാണ്. വേറെ ഇഷ്യൂസ് എങ്ങനെയാണ്? 1 ഇയർ കൂടുമ്പോഴാണ്. ഏകദേശം റേഞ്ച്, ഏകദേശം പൈസ റേഞ്ച് ഒക്കെ എങ്ങനെയാണ്? ഏകദേശം മേജർ സർവീസ് ആണെങ്കിൽ ഒരു 5,000-6,000. ഓ, അത്ര. നോർമലൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു 3,000-4,000. ഇൻഷുറൻസ് ഒക്കെ ഒരു കൊല്ലത്തേക്ക് എത്ര? ഇൻഷുറൻസ് ബമ്പർ ടു ബമ്പർ എടുക്കുകയാണെങ്കിൽ 13,000 അടുത്ത് വരും. ഒരു കൊല്ലത്തേക്ക് അത്ര വരും. അപ്പോൾ നമുക്ക് തോന്നുന്നു പോക്കറ്റ് ഫ്രണ്ട്ലി ആണ് വണ്ടി. വലുതാണെങ്കിലും നമുക്ക് പോക്കറ്റ് ഫ്രണ്ട്ലി ആണ്. എല്ലാം കാര്യമാണ്. ഇപ്പം നമുക്കറിയാം, നമുക്കൊരു എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമുള്ള MPV എന്ന് പറഞ്ഞത് ഇന്നോവയാണ്. ഇന്നോവ ഇല്ലെങ്കിൽ പിന്നെ അടുത്ത വണ്ടി ഇതാണ്. ഇപ്പോൾ ഈ സെഗ്മെന്റ് 35-40 റേഞ്ചിലേക്ക് പോകുന്നു. വേറെ വണ്ടി ഇല്ല തോന്നുന്നു അല്ലേ? വേറെ ഇതൊക്കെ ഇപ്പോൾ ഒരു പോക്കറ്റ് ഫ്രണ്ട്ലി ആണ്. വന്നിട്ടില്ല, വരാതിരിക്കട്ടെ. അങ്ങനെയാണ്. അല്ല, മാരുതി ആയതുകൊണ്ട് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് കൂളായിട്ട് കൊണ്ടുനടക്കാൻ അതാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമുക്ക് ഇത് സജസ്റ്റ് ചെയ്യാതിരിക്കുന്നൊന്നുമില്ലല്ലോ. നമ്മൾ വേറെ ആർക്ക് ഫാമിലി ആൾക്കാണെങ്കിൽ, നല്ല ഫാമിലി യൂസ് ആണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി കൺസിഡർ ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. പിന്നെ യെസ്, മാരുതി കുറച്ചുകൂടി ഫീച്ചേഴ്സ് ആഡ് ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. കാരണം ഇപ്പോഴത്തെ കോമ്പറ്റീഷനിൽ പക്ഷേ ബാക്ക് സീറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടോ? എങ്ങനെയാണ്? നല്ല യൂസ് പറ്റുന്നുണ്ട്. അലൻ ഏകദേശം എത്ര ഹൈറ്റ് ഉണ്ട്? 175 എടുത്തിട്ടുണ്ട് അല്ലേ? എനിക്കൊക്കെ കൂളായിട്ട് ഇവിടെ പറ്റും. ഇതിപ്പോൾ അലൻ്റെ സീറ്റിംഗ് പൊസിഷനിലാണ് ഇട്ടിരിക്കുന്നത്, ഡ്രൈവർ സീറ്റ്. അപ്പോൾ അതിൽ എനിക്ക് കൂളായിട്ട് ഇരിക്കാം. അപ്പോൾ അലനും ഏകദേശം ഓക്കെ ആണെന്ന് തോന്നുന്നു. നമുക്ക് അവനൊന്ന് ഇവിടെ ഇരുത്തി നോക്കാം. ഒന്ന് ഇരിക്കടാ. ഇതാണ് അവനിരിക്കാനുള്ള സ്പേസ്. 7 സീറ്ററാണ്. ആലോചിക്കണം. ഓക്കെ, നമുക്കിപ്പോൾ എങ്ങനെ ബാക്കിലേക്ക് എങ്ങനെ കയറാമെന്നുള്ളത് എൻ്റെ കസിൻ കാണിച്ചു തരും. ഒന്ന് കാണിച്ചു തരാം എങ്ങനെ നമുക്ക് ബാക്കിലേക്ക് എങ്ങനെ കയറാമെന്നുള്ളത് ഒന്ന് കാണിച്ചു തരണേ. ഓക്കെ, സ്ലൈഡിങ് ആണ്, സിമ്പിളാണ്. ഇറ്റ്സ് ഓക്കെ, കൂൾ. അലൻ ഏകദേശം ഒരു എത്ര ഹൈറ്റ് ഉണ്ടായിരുന്നു പറഞ്ഞാൽ? 170, ഏകദേശം 175-174 ഹൈറ്റാണുള്ളത്.
അപ്പോൾ അവൻ ഏകദേശം ഇങ്ങനെ കേട്ടോ അവൻ്റെ ഇത് വരുന്നത്. നമുക്കിവിടെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് പോകാനൊക്കെ സുഖം. എടാ നമ്മൾ ഏതെങ്കിലും ട്രാവൽ ചെയ്യുമ്പോഴും ബാക്കിലിരുന്ന് പോയിട്ടുണ്ടായിരുന്നോ? ലോങ് പോയിട്ടുണ്ടല്ലേ? വലിയ ഇഷ്യൂസ് ഇല്ലല്ലോ? കുഴപ്പമില്ല, ഇരിക്കാൻ പറ്റും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അല്ലേ? ഓക്കെ. അപ്പോൾ ചൈൽഡ്സിന് മാത്രമല്ല പലനെ പോലുള്ള ഒരു ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം ഒരു ഫാമിലിക്ക് പറ്റിയ ബെസ്റ്റ്. ഓക്കെ, എടുത്തോ. നമ്മൾ വണ്ടീൻ്റെ റൈഡ് റിവ്യൂ ആണ്. നമ്മൾ വണ്ടി ഓടിക്കാനൊക്കെ എങ്ങനെയാടാ? ഓടിക്കാൻ നല്ല സ്മൂത്ത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? ഞാൻ ഇതിന്റെ ഹൈബ്രിഡ് ഫീച്ചർ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ വണ്ടി നേരെ വന്ന് നിർത്തിയപ്പം ഓട്ടോമാറ്റിക് ന്യൂട്രൽ ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആവും. ന്യൂട്രൽ ഇട്ട് ഓട്ടോമാറ്റിക് കട്ട് ഓഫ്, വണ്ടി സൈലന്റ് ആയി. ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്ക് ക്ലച്ച് ചവിട്ടി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് റീസ്റ്റാർട്ട് ആവും. ഇപ്പൊ നമ്മൾ സിഗ്നലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് നല്ല പർപ്പസ് ആണ്. ഓക്കെ, ഒന്ന് ക്ലച്ച് ചവിട്ടി കാണിച്ചു കൊടുക്കാം. ഓക്കെ, ഓക്കെ, സ്റ്റാർട്ടായി. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പം നമുക്ക് മൈക്കിൽ കിട്ടിയോന്ന് അറിയില്ല, പക്ഷെ വണ്ടി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ന്യൂട്രൽ ഇടണം അല്ലേ? അത് ന്യൂട്രൽ ഇടണം. ക്ലച്ച് റിലീസ് ചെയ്ത് ഓട്ടോമാറ്റിക് ഓഫ് ആവും. ഓ, പിന്നെ നമ്മളെപ്പം ക്ലച്ച് ചവിട്ടുന്ന അപ്പം റീസ്റ്റാർട്ട് ആവും. ഓക്കെ ഓക്കെ. ഈ ഫീച്ചറിലൂടെ നമുക്ക് കുറെ പെട്രോൾ ബ്ലോക്കിലൊക്കെ സിഗ്നലിൽ നിൽക്കുമ്പോൾ കുറച്ച് വണ്ടി വളയ്ക്കാനൊക്കെ ഉണ്ടല്ലേ, കൂളാണ് കേട്ടോ. വലിയ വണ്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് മാനുവർ ചെയ്ത് കൊണ്ടുപോകാനൊന്നും വലിയ ഇഷ്യൂസ് ഇല്ല. ഒരു ചെറിയ സ്പേസിൽ നിന്നാണ്, ഒരു പഞ്ചായത്ത് റോഡ് സെഗ്മെൻറ്റിലാണ് ഇത് വരിക. അവിടെ നിന്നാണ് ഇപ്പോൾ വളച്ചത്, കാണാലോ. വണ്ടി പോകുന്ന ലുക്കാണ്. അടിപൊളിയാണ്, നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. ഒരു 7 സീറ്റർ നോക്കുന്നുണ്ടെങ്കിൽ ഡു ചെക്ക് ഔട്ട് ദിസ്. ഒന്ന് റൈഡ്